ഈ ചെടി പറിച്ച് നട്ടിട്ട് ഇപ്പം 2, 3 ദിവസമായി കേട്ടാ. ഇപ്പം തന്നെ നല്ല ഉഷാറുണ്ട്. ഇതുപോലെ കാട് കയറിയിട്ടാ ഈ തൊട്ടിക്കകത്തുണ്ടായിനി. പിന്നെ ഇന്നിപ്പോ ഒരു ഭംഗി കുറവ് പോലെ. പിന്നെ അതിൻ്റെ തല മാത്രം നോക്കി അവിടെ പിന്നെ ഇന്ന് കുഴിച്ചിട്ടതേ ഉള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഈ ചെടിയിൽ അതേപോലെ നട്ടേ കേട്ടാ. എന്നാ ഇങ്ങനെ ഉണങ്ങിയേക്കെന്ന് ചോദിച്ചാൽ റിസ്വാൻ ഇടയ്ക്കിടയ്ക്കേ ഒരു പണി കാണിക്കലാണ്. ഒരു ചെടിയും ബാക്കി വെച്ചേക്കൂല. ഈ തൊട്ടിയാണെങ്കിൽ ഏറ്റവും മുമ്പിലല്ലേ, അതുകൊണ്ട് ഇത് മൊത്തം പറിച്ചാറില്ല ഞാൻ. പിന്നെ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞപ്പൂക്കളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോട്ടാപ്പി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. പിന്നെന്നാ പൂ പറിക്കലായി കളിക്കലായി അങ്ങനെ മൊത്തം പൂവും പറിച്ചാടുമ്പോൾ എനിക്കൊരു സമാധാനം. അങ്ങനെ പൂക്കളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട് ഉമ്മയും മോനും കൂടിയിട്ട്. ഇതാണ്ട പറിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നടക്കുന്ന അറിയാല. പിന്നെ കാളലായി ബഹളായി. പിന്നെ എങ്ങനെയൊക്കെയോ ആ പാത്രമൊക്കെ മേടിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന് കേട്ടാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. എവിടെ കഴിക്കാൻ, ഇതല്ലേ ഈ തലയും കുത്തി മറിയുന്നത്. അങ്ങനെ തലയും കുത്തി മറിഞ്ഞ് ക്ഷീണം പിടിച്ച് മൂസർ കിടന്നുറങ്ങി. അങ്ങനെ ചേരാവണ്ണം ചെരുപ്പ് വരെ ഇടാണ്ട് എവിടെയാ ഓടുന്നതെന്ന് ചോദിച്ചാലും മഴ വരുന്നു ഗായ്സ്, മഴ വരുന്നു. എങ്ങനെയാ പറയല്. അങ്ങനെ ദൂരെ മറ്റേ റബ്ബറിൻ്റെ മരത്തിൽ ഈ വെള്ളം വീണാൽ അതിൻ്റെ ഒച്ച നല്ലോണം അറിയാലോ. അങ്ങനെ ദൂരെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഒച്ച കേട്ടിട്ട് ഇങ്ങനെ പാഞ്ഞു ഓടുന്നതാണ്. ഏത് നിമിഷവും ഇവിടെ എത്തും. അതിന് മുമ്പ് ഈ തുണിയൊക്കെ പൊറുക്കിടന്ന് വെച്ച് ഓടിയതാണ്. എന്നാൽ എന്നെ കാണാത്തതെന്നല്ലല്ലോ വിചാരിക്കുക. ഒരു അയൽ മാത്രമല്ല കേട്ടോ, ഇപ്പുറത്തെ അയലുണ്ട്. ആദ്യം അപ്പുറത്തുള്ള തുണിയൊക്കെ എടുത്ത് എന്നിട്ട് ഇപ്പുറത്തുള്ള തുണിയെടുത്ത് ഏത് എടുക്കണം ഏത് ചാടണം എന്നറിയാത്ത അവസ്ഥയിൽ ഓടിച്ചാടി എല്ലാ തുണിയും കൂടി എടുത്ത്. ഇടയ്ക്ക് റിസ്വാൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നതുകൊണ്ട് ആരും വിചാരിക്കും റിസ്വാൻ നല്ല ഉറക്കേനു. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നിലേ കൊടുക്കും. ആ സമയത്ത് റിസ്വാൻ എഴുന്നേറ്റുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലും. റിസ്വാൻ ഇതുവരെ എഴുന്നേറ്റില്ല. ഈ മഴ നമ്മൾ കളിപ്പിക്കലാന്ന് തോന്നുന്നുണ്ടാ. വെയിൽ കണ്ടിട്ട് തുണിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കി എന്നിട്ടും വെയിലാണ്. എന്നാൽ പിന്നെയും തുണിയൊക്കെ എടുത്ത് പുറത്തിടാന്ന് വെച്ചിട്ട് എല്ലാ തുണിയും കൂടി എടുത്ത് വാരിക്കൂരി ഒരു ബക്കറ്റിലാക്കിയിട്ടുണ്ടായിന്. എല്ലാം കൂടി എടുത്ത് വിരിച്ചിടുന്നുണ്ട്. ഇങ്ങനെ തുണി അലക്കലും മാർത്തിയിടാൻ തന്നെ ഒരാളാക്കണം കേട്ടോ. മൊത്ത പണി എടുത്തെടുത്ത് നമ്മുടെ നടുപൊടിയും. എപ്പോൾ മഴ വരും എന്നറിയില്ല, എപ്പോൾ വെയിൽ വരും എന്നറിയില്ല. ഇത് ഉണക്കെടുക്കലാണ് മെയിൻ ടാസ്ക്. ഇപ്പോൾ പറയുമോ ആരെങ്കിലും ഹൗസ് മേക്കറാണ് വെറുതെ തിന്നിട്ട് കിടന്നുറങ്ങുന്നതെന്ന് വെച്ചിട്ട്. നമ്മുടെ പണിയൊക്കെ കണ്ട് നോക്ക്. എന്നിട്ടല്ലേ പറയല് നിങ്ങൾ വെറുതെ ഇരിക്കുന്നോ ഇല്ല എന്നിട്ട്. ഈ തുണി വിരിച്ചിടലും മാർത്തിയിടലും ഒക്കെ ഒരു സൈഡ് എടുക്കട്ടെ. ഇനി അടുക്കളയിൽ കയറിയാലോ മണിക്കൂറോളം ആയാലും പണിയൊന്നും തീരൂല കേട്ടാ. രാവിലെയും വൈകുന്നേരം ഉച്ചവും അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടാ. അടുക്കളയിൽ കയറിയാൽ പിന്നെ സമയം പോകുന്ന അറിയാത്ത അവസ്ഥയും. പിന്നെ നമ്മൾ തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ട് പൊതുവേ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ പുറകിൽ ഒരാൾ വേണ്ടതാണ്. ഞാനൊരു തുണി വിരിച്ചിടുമ്പോൾ ഒരു തുണി എടുത്ത് പുറത്ത് ചാടേണ്ടതാണ്. ഇന്ന് മൂസർ നല്ല ഉറക്കത്തിലാട്ടാ. അങ്ങനെ അപ്പുറം ഇപ്പുറത്തുള്ള തുണിയൊക്കെ എടുത്തിട്ട് ഒരേ സൈഡ് തന്നെ ഇട്ട് വെച്ച്. എന്നാൽ മഴ വരുമ്പോൾ വേഗം വാരി കിട്ടി എടുക്കാമല്ലോ. പിന്നെ ഇതാ നമ്മുടെ ചെടികളുടെയൊക്കെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. മൊത്തം പുഷുവൊക്കെ തിന്ന് മഴയാകുമ്പോഴത്തേക്കും ഈ ചെടി മാത്രമായിട്ടാണ് കുറച്ച് ഉഷാറുള്ള. ബാഗ് എല്ലാം ക്ഷീണം പിടിച്ച് പോയിട്ടല്ലേ. പിന്നെ ഇത് നല്ല വലിയ ചെടിയായിട്ടാണ്. ഞാൻ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം. അത് കൊത്തി അതൊക്കെ നല്ലോണം തകർത്ത്. പിന്നെ ഇതെന്താണെന്നറിയില്ല കേട്ടോ. ആകെ ഒരു ചെടിയാണ് ഇട്ടിട്ടുള്ളൂ. ഇത് മൊത്തം പടർന്ന് ഇപ്പോൾ കാട് പോലെ കിടക്കുന്നു.